Hello, welcome back to Aptics Academy. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പർ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ B.Edന്റെ സെക്കൻഡ് സെമസ്റ്റർ പേപ്പറാണ്. യൂണിറ്റ് 3യുടെ പാർട്ട് 3 ആണ് ഈ ഒരു വീഡിയോയിൽ. സോ ഇതിൻ്റെ മുൻപത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓൾറെഡി ഇതിൻ്റെ മുമ്പുള്ള യൂണിറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം നമ്മൾ എത്തി കുറച്ച് പോളിസികളിലാണ്. സോ ഏതൊക്കെയാണ്? നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ 1974, പിന്നെ എഡ്യൂക്കേഷൻ, ചൈൽഡ് ലേബർ, ന്യൂട്രീഷൻ പോളിസി. സോ അതിൻ്റെയൊക്കെ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇയേഴ്സൊക്കെ. സോ ഇതൊന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക കേട്ടോ. ഫസ്റ്റത്തെ നോക്കുക, വിശാഖ കമ്മിറ്റി. ദ വിശാഖ ഗൈഡ് ലൈൻസ് ഫോർ എ സെറ്റ് ഓഫ് പ്രൊസീജിയറൽ ഗൈഡ് ലൈൻസ് ഫോർ യൂസ് ഇൻ ഇന്ത്യ ഇൻ കേസസ് ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ്. സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ വിഭാഗത്തിൽ വരുന്ന ഒരു കമ്മിറ്റിയാണ് വിശാഖ കമ്മിറ്റി കേട്ടോ. ദേ were promulgated by the Indian Supreme Court in 1997 and were superseded in 2013 by Sexual Harassment of Women at Workplace Act 2013. എന്നിട്ട് നോക്കുക, ഇതിലെന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമൻ്റെ റൈറ്റ് ടു ഈക്വാലിറ്റി അല്ലെങ്കിൽ ലൈഫ്, ലിബർട്ടി, ഇതിനൊക്കെ വയലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. സോ എന്താണ്, സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഇൻസെക്യൂർ ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വരുന്നത് ഈ വിശാഖ കമ്മിറ്റി അല്ലെങ്കിൽ ഈ സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ കീഴിലാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, സ്ത്രീകൾക്ക് പറ്റുന്ന ജോലി, സ്ത്രീകൾക്ക് പറ്റാത്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒരുപാട് ജോബ്സ് ഉണ്ട് അല്ലേ? ശരിക്കും എല്ലാ ജോലികളും നമുക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാം. ഓക്കെ, ഇപ്പം തൊട്ടടുത്ത് നടന്നിരുന്ന കേസ് നമുക്കറിയാം, ഒരു ഡോക്ടറിൻ്റെയും നേഴ്സിൻ്റെയൊക്കെ റേപ്പ് കേസും കാര്യങ്ങളുമൊക്കെ. സോ ഇതൊക്കെ എന്താണ്, വർക്ക് പ്ലേസിൽ നിന്ന് സംഭവിക്കുന്നതാണ്. അപ്പോൾ വർക്ക് പ്ലേസിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ സ്ത്രീകൾ നേരിടുന്ന സെക്ഷൽ ഹരാസ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ഈ ഒരു കമ്മിറ്റിയുടെ അണ്ടറിലാണ് വരുന്നത്. എന്താണ് role of committee? The committee shall decide whether the facts contained in the complaint make out a case of sexual harassment in light of the definition contained in the policy. അപ്പോൾ ഇതിലുള്ള ഡെഫിനിഷൻ പ്രകാരം സ്ത്രീകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇതിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് നേരിട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ ചെക്ക് ചെയ്യുക. The committee shall look into the truth of the allegations contained in the complaint. അതിൻ്റെ സത്യാവസ്ഥയെ നോക്കുക. The committee shall look into the truth of any allegation of retaliation against victimization of the complaint or any other person assisting her as a result of such complaint having been made or such assistance having been offered. അപ്പോൾ ഈ കമ്മിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ പറയുന്നതാണോ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അന്വേഷിക്കണം. ആൻഡ് ആരാണ് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, അവരെയും അതിൻ്റെയും സത്യാവസ്ഥ അന്വേഷിക്കണം എന്നുള്ളതാണ്. The committee shall recommend the penalties or action to be taken against any person found guilty of having sexually harassed the complaint up to and including termination to the management. അപ്പോൾ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, ഈ സെക്ഷൽ ഹരാസ്മെൻറ്റിന് കീഴിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷയോ പെനാൾട്ടീസോ ഫൈനായിട്ടോ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഒന്നെങ്കിൽ ടെർമിനേഷൻ ലെറ്ററോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. ദ കമ്മിറ്റി ഷോൾ റെക്കമെൻഡ് ദ പെനാൾട്ടീസ് ഓർ ആക്ഷൻ ടു ബി ടേക്കൺ അഗെയിൻസ്റ്റ് എനി പേഴ്സൺ ഫൗണ്ട് ഗിൽറ്റി ഓഫ് ഹാവിങ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ, നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിൻറ്റിനെ റിപ്പീറ്റ് ചെയ്തതാണ്. ദ കമ്മിറ്റി ഷോൾ റെക്കമെൻഡ് അപ്രോപ്രിയേറ്റ് സൈക്കോളജിക്കൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് ഫോർ ദ വിക്ടിം ടു ദ മാനേജ്മെൻറ്റ്. അവർക്ക് കൗൺസിലിങ്ങോ സെക്യൂരിറ്റി അങ്ങനത്തെ മറ്റ് അസിസ്റ്റൻസ് കൊടുക്കണം ഈ വിക്ടിം ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട്. ദ കമ്മിറ്റി shall monitor the follow-up action to be taken by the management on receipt of the report of the committee. അപ്പോൾ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം മാനേജ്മെൻറ്റ് തക്കതായിട്ടുള്ള ആക്ഷനും ഫോളോ അപ്പ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഫോളോ അപ്പ് ചെയ്യേണ്ടത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് എന്താണ്? സപ്രഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക് ഇൻ വിമൻ ആൻഡ് ഗേൾസ് ആക്ട് 1956, സീത എന്ന് പറയും അല്ലേ, SITA. ഓക്കെ, ദ ഇമ്മോറൽ ട്രാഫിക് ആക്ട് or ITPA is a 1986 amendment of legislation passed in 1956 as a result of the signing by India of the United Nations declared in 1950 in New York on the suppression of trafficking. അപ്പോൾ 1950 യുണൈറ്റഡ് നേഷൻസിൻ്റെ അതിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ള 1956 വന്നിട്ടുണ്ടായിരുന്ന ഈ ലോനെ 1986 അമെൻഡ് ചെയ്തിട്ടുള്ളത്. വർഷങ്ങൾ മാറിപ്പോകരുത്. The act then called the All India Suppression of Immoral
ട്രാഫിക് ആക്ട് അതിനെ പിന്നീട് SITA എന്നുള്ള പേരിലേക്കാണ് മാറ്റപ്പെട്ടത്. വാസ് amended to the current law, ഇപ്പോഴുള്ള ലോയിലേക്ക് അമെൻഡ് ചെയ്തു. The laws were intended as a means of limiting and eventually abolishing prostitution in India by gradually criminalizing various aspects of sex work. അപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷനെ തെറ്റായിട്ടുള്ള രീതിയിലേക്കും അതിനെ ലിമിറ്റ് ചെയ്യാനും സെക്സ് വർക്കിൻ്റെ മറ്റ് ആസ്പെക്റ്റുകളെ നോക്കിയിട്ട് ക്രിമിനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളെ ക്രിമിനൽസായിട്ട് കാണുന്ന സംഭവങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ മനസ്സിലാക്കുകയും അതിനെതിരെ നടപടികൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ദ സപ്രഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക് ഇൻ വിമൻ ആൻഡ് ചിൽഡ്രൻ ആക്ട് 1956 was given assent on 30th December 1956 and was made applicable to the whole of India. 1956 വന്നിട്ടുള്ളത് ഡിസംബർ 30 അതായത് ചുരുക്കി പറഞ്ഞാൽ അടുത്ത വർഷ തുടക്കം ആണ് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിനെയാണ് പിന്നീട് അമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞത് കേട്ടോ. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇമ്മോറൽ ട്രാഫിക് ആക്ട് ഓൺലി കവേഴ്സ് ട്രാഫിക്കിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എക്സ്ക്ലൂഡ്സ് ഓൾ അതർ ടൈപ്സ് ഓഫ് ട്രാഫിക്കിംഗ്. അപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ITPA does not apply to the other types of trafficking such as domestic work, child labor, organ harvesting etc. Organ harvesting, child labor, domestic work ഇതിനൊന്നും ഈ ഒരു ട്രാഫിക്കിംഗ് നോക്കുന്നില്ല. The ITPA Act defines prostitution as a sexual exploitation or abuse of persons for commercial purposes or consideration of money or any other kind. പ്രോസ്റ്റിറ്റ്യൂഷനെ ITPA ആക്ട് പ്രകാരം സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനോ അല്ലെങ്കിൽ മറ്റൊരാളെ അബ്യൂസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പൈസയ്ക്ക് ഒക്കെ വേണ്ടിയിട്ട്. The Immoral Traffic Act only prevents and regulates prostitution. It does not outright prohibit prostitution. അതിനെ പ്രോസ്റ്റിറ്റ്യൂഷനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ പ്രോസ്റ്റിറ്റ്യൂഷനെ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, മൊത്തത്തിൽ ഒഴിവാക്കുകയില്ല, അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ ഫസ്റ്റ് ആൻഡ് തേർഡ് സെക്ഷൻസ് ഓഫ് ദ PIT ആക്ട് ഔട്ട്ലൈൻ ദ ഇല്ലിഗാലിറ്റി ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ ആസ് വെൽ ആസ് ദി പെനാൽറ്റീസ് ഫോർ ഓണിങ് എ ബ്രോത്തൽ ഓർ എ സിമിലർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇതുപോലെ ബ്രോത്തലും ഇതൊക്കെ നടത്തുന്ന ആളുകളുണ്ടാവില്ലേ, അവരെയൊക്കെ ഇതിൽ അതിൻ്റെ ഇല്ലീഗാലിറ്റി, ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് നോക്കിയിട്ട് അതും ഇതിൽ വരുന്ന കേസുകളാണ്. സോ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലാകെ ഉദ്ദേശിക്കുന്നത് പ്രോസ്റ്റിറ്റ്യൂഷനും ബ്രോത്തൽസ് നടത്തുന്ന ആളുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ മാത്രമാണ് ഈ ഒരു ട്രാഫിക്കിങ്ങിൽ വരുന്നത്. മറ്റ് നമ്മൾ പറഞ്ഞതുപോലെ ബാക്കി ട്രാഫിക്കിങ്ങും നമ്മൾ പറഞ്ഞതുപോലെ ഓർഗൻ ഹാർവെസ്റ്റിങ് അതുപോലെ ചൈൽഡ് ലേബർ ഒന്നും ഇതിൽ വരുന്ന കേസല്ല. ഇനി നോക്കിക്കേ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്മോറൽ ട്രാഫിക് അമെൻമെൻറ്റ് ബിൽ 2006 ആൻഡ് ഇമ്മോറൽ ട്രാഫിക് ആക്ട് 1956. 2006 ബില്ലും 1956 തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ചൈൽഡ് മീൻസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 18 ഇയേഴ്സ്. 18 വയസ്സ് തികയാത്ത കുട്ടികളെയാണ് ചൈൽഡ് എന്ന് പറയുന്നത്. ചൈൽഡ് മീൻസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 16 ഇയേഴ്സ് ഓഫ് ഏജ്. എനി പേഴ്സൺ ബിലോ 18 ഇയേഴ്സ് ബട്ട് അബവ് 16 ഇയേഴ്സ് ഇസ് എ മൈനർ. 18 വയസ്സിന് താഴെയുള്ളവർ ചിൽഡ്രൻ തന്നെയാണ്, പക്ഷേ 16 മുതൽ 18 വയസ്സ് വരെയുള്ളവർ മൈനറായിട്ടാണ് കണക്കാക്കുന്നത്. Prostitution means the sexual exploitation of person for commercial purposes for the consideration in money or any kind. Prostitution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടിയാണ്. എന്നാൽ 1956 എന്താണ്? സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഓർ അബ്യൂസ് ഓഫ് പേഴ്സൺ ഫോർ കമേഴ്ഷ്യൽ പർപ്പസ്. ഏകദേശം സിമിലർ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റുകളൊക്കെ 1956 ഡിഫൈൻഡ് ആയിട്ട് വന്നിട്ടില്ല, എന്നാൽ 2006 എല്ലാം ഡിഫൈൻ ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് വായിച്ച് നോക്കുക. പോസ് ചെയ്തിട്ട് ഒത്തിരി പോയിന്റ്സ് ഇതിൽ വരുന്നുണ്ട്. നോക്കിക്കേ, നിങ്ങളതിനെ സിമിലാരിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസും കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസും സിമിലാരിറ്റിയും കേട്ടോ. ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് വരുന്നുണ്ട്, ഞാൻ സ്ലോ ആയിട്ടാണ് പോകുന്നത്. സോ ഇതിനെ പോസ് ചെയ്തിട്ട് നിങ്ങൾ കേട്ട് നോക്കുക. പിന്നെ എൻ്റെ ഓവറോൾ ടോൺ ചിലപ്പം സ്പീഡായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് സ്ലോ ആക്കിയിട്ട് കാണുക കേട്ടോ. ഓക്കെ, സ്റ്റേറ്റസ് ഓഫ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ. ഇതിലെന്താ പറയുന്നത്? വിത്ത് ദ ചേഞ്ച് ഇൻ ദ വേൾഡ് ദ സ്റ്റേറ്റസ് ഓഫ് ചൈൽഡ്സ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. ഹവെവർ ദ സ്റ്റേറ്റസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ഹാസ് നോട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ്ഡ്. ഇന്ത്യ റാങ്ക്ഡ് 112 ഓൺ ദ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇൻ ദ പാസ്റ്റ് ഡിക്കേഡ്. അപ്പോൾ ലോകത്തിലെ മാറ്റം വരുമ്പോൾ തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഇതൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും അധികം മാറ്റങ്ങളൊന്നും ഇന്ത്യയുടെ കേസിൽ വന്നിട്ടില്ല. 112ാമത്തെ റാങ്കിലാണ് 112ാമത്തെ റാങ്കാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ പാസ്റ്റ് ഡീക്കേഡ്സിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കുള്ളത്. Despite strict laws, India constantly witnesses different types of child rights violations. This includes violating the right to education, rights against exploitation, right to food and more.
എല്ലാം കമ്പൽസറി ആയിട്ട് കൊടുക്കുന്ന എഡ്യൂക്കേഷനും ഇതൊക്കെ കമ്പൽസറി ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ പല രീതിയിലും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ശരിക്കും കിട്ടുന്നില്ല. ഇതിനൊക്കെ വയലേറ്റ് ചെയ്യുന്ന പോലെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. Though the Constitution of India commits to safe and healthy environment for children, India is lacking in this segment. അപ്പം ഇതൊക്കെ സേഫ് ആൻഡ് ഹെൽത്തി മിക്സ് ആയതാട്ടോ. സേഫ് ആൻഡ് ഹെൽത്തി എൻവയോൺമെൻറ്റ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു സെഗ്മെൻറ്റിൽ വളരെയധികം പുറകിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇനി എന്താണ് നീഡ് ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഇൻ ഇന്ത്യ? ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഇൻ ഇന്ത്യ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? Indian Constitution and the nation's judicial framework ensure a child's political and legal rights. However, it has to go through a lot in terms of an individual's economic and social rights. It is believed that the single contribution of the legal reforms will not be enough to bring the changes. So, the need of the Child Protection Act in India was felt. As a result, Child Protection Act in India is being framed to protect children from being exploited. അപ്പോൾ എന്താണ് കുട്ടികളുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ലീഗൽ റൈറ്റ്സ് ഉറപ്പ് വരുത്തുക എന്നുള്ളത് അത്യാവശ്യമാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഇൻഡിവിജ്വൽസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ്സ് മാത്രം നോക്കിയാൽ പോരാ. ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് വിചാരിച്ച് ചിലപ്പം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കാം. പക്ഷേ ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിട്ടോ അല്ലെങ്കിൽ ലോ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അത് പാലിക്കപ്പെടേണ്ടതായിട്ട് മാറും. മറ്റേത് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് മാത്രം പറഞ്ഞൊരു ലോ ഒന്നുമില്ല എങ്കിൽ അത് ആളുകൾ പാലിക്കില്ല. അതിനെതിരെ പെനാൾട്ടീസും കേസുകളും വരും എന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചെങ്കിലും പാലിക്കപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. The main function of the council is to promote the idea of protecting the human rights of all the people around the globe and to ensure the attainment of fundamental freedom by everyone universally. അപ്പോൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു മനുഷ്യൻ്റെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഏത് മനുഷ്യൻ്റെ ഒരു പ്രത്യേക വിഭാഗമല്ല, അറൗണ്ട് ദ ഗ്ലോബ് എല്ലാ ആളുകളുടെയും ഫണ്ടമെൻ്റൽ ഫ്രീഡം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ഈ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ ചെയ്യുന്നത്. ദ കൗൺസിൽ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോ, reviews the human rights record of member states, work to prevent abuses of human rights. അപ്പോൾ ഇതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു കൗൺസിലാണ്. റെസ്പോണ്ട് ടു എമർജൻസീസ് ഇൻ കേസസ് വെർ ഹ്യൂമൻ റൈറ്റ്സ് ആർ വയലേറ്റഡ് ആൻഡ് സെർവ് ആസ് എൻ ഇൻ്റർനാഷണൽ ഫോറം ഫോർ discussion on human rights issues. Protection of women's rights, minority rights, ethnic strife and freedom from arbitrary arrest also comes under the purview of this council. അപ്പോൾ ഈ കൗൺസിലിൻ്റെ അണ്ടറിൽ ഹ്യൂമൻ റൈറ്റ്സ് വ്യക്തികളുടെ എല്ലാ അവകാശങ്ങളും മാത്രമല്ല പറയുന്നത്, പക്ഷേ മറ്റ് മൈനോറിറ്റിയുടെ റൈറ്റ്സ്, എത്നിക് സ്ട്രൈഫ്, വുമൻസ് റൈറ്റ്, ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു കൗൺസിലാണ് കേട്ടോ. ഇനി ഈ ഒരു കൗൺസിലിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? freedom of assembly, freedom of speech and expression, freedom of religion, protection of women's rights and protection of the rights of LGBT community and that of racial and ethnic minorities. So ഇതിനെയൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ നടപ്പിലാകുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുകയാണ് ഇവരുടെ ഡ്യൂട്ടി. അപ്പോൾ അതാണ് അതിൻ്റെ തൊട്ട് മുകളിൽ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. ടു എൻഷുർ ദാറ്റ് ദ ബിലോ ലിസ്റ്റഡ് ഹ്യൂമൻ റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ് ടു ഓൾ ദ പീപ്പിൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഓൾസോ ട്രൈസ് ടു പ്രൊട്ടക്ട് സച്ച് ഗ്യാരണ്ടീഡ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ സ്പെസിഫിക്കലി പറയുന്നുണ്ടെങ്കിൽ പോലും ഹ്യൂമൻ റൈറ്റ്സ് ആണ് മൊത്തത്തിൽ നോക്കുന്നത്. അതിൻ്റെ സബ് കാറ്റഗറീസ് ആയിട്ടാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ടു ഇൻവെസ്റ്റിഗേറ്റ് അലിഗേഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അബ്യൂസ് ഇൻ മെമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് ദി UN. അത് ശ്രദ്ധിക്കേണ്ട. നെക്സ്റ്റ്, ഹിസ്റ്ററി ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. ഇനി അതിൻ്റെ ചരിത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യുന്നത് UN ജനറൽ അസംബ്ലിയാണ്. ഇവർ മാർച്ച് 15, 2006 കൊണ്ടുവരുന്നത്. 60/251. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന 60-year-old UN കമ്മീഷനെ മാറ്റിയിട്ടാണ് 1946 നിന്നും 2006 വന്നത്. അപ്പോൾ ഈ 60 വർഷം പഴക്കമുള്ളതിനെ മാറ്റി റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കൗൺസിൽ വന്നിട്ടുള്ളത്.
ഇതിൻ്റെ ഫോമർ കമ്മീഷൻ ഇനെഫക്റ്റീവ് ആയതുകൊണ്ടാണ് പുതിയത് വരാനുള്ള കാരണം. ദ ന്യൂ ബോഡി ഹാഡ് ഇറ്റ്സ് ഫസ്റ്റ് സെഷൻ ഫ്രം ജൂൺ 19 ടു ജൂൺ 30, 2006. അപ്പോൾ ജൂൺ 19 മുതൽ ജൂൺ 30 വരെയാണ് അതിൻ്റെ ഫസ്റ്റ് സെഷൻ ഉണ്ടായിരുന്നത്. ദ കൗൺസിൽ അഡോപ്റ്റഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് പാക്കേജ് ഇൻ 2007 ബൈ റെസൊല്യൂഷൻ 5R1 ടു സെറ്റ് അപ്പ് ദ കൗൺസിൽ പ്രൊസീജിയേഴ്സ് ആൻഡ് മെക്കാനിസം. സോ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് പാക്കേജ് ഉണ്ടാക്കി 2007. ദ കൗൺസിൽ കംപ്ലീറ്റഡ് ഇറ്റ്സ് 10 years in June 2016 and celebrated the event through several events. വ്യത്യസ്ത ഈവൻറ്റുകളിലൂടെ അതിൻ്റെ 10 വർഷത്തെ വാർഷികാഘോഷം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു വ്യത്യസ്ത ഈവൻറ്റ്സിലൂടെ. ഇനി യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? United Nations Human Rights Council works closely with the Office of the High Commissioner of Human Rights. അപ്പോൾ ഹൈ കമ്മീഷണർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആയിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റും കൂടിയാണിത്. ദ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ റെഗുലർലി അക്നോളജസ് ദ ഇഷ്യൂ ഓഫ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് ഗേൾസ്, എസ്പെഷ്യലി at its June session, and the council tries to protect the human rights of such women by finding solution to their own problem of human rights abuse. അപ്പോൾ സ്ത്രീകളെ കൂടുതൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂണിൽ നീണ്ടു നിന്നിരുന്ന ഒരു സെഷനിലല്ലേ, അതുപോലുള്ള സെഷൻസിൽ. ദ കൗൺസിൽ ഓൾസോ എക്സ്റ്റെൻഡഡ് ദ മാൻഡേറ്റ്സ് ഓഫ് 17 സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ബോഡീസ് ആൻഡ് ക്രിയേറ്റഡ് 7 ന്യൂ മാൻഡേറ്റ്സ് ഗിവൺ ബിലോ. എന്തൊക്കെയാണ് ആ 7 കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്? ആൻ അക്കൗണ്ടബിലിറ്റി പ്രോജക്റ്റ് ഓൺ ശ്രീലങ്ക, a monitoring mission in Belarus, a commission of inquiry on the occupied Palestinian territory and Israel, a special rapporteur of Afghanistan, racial justice body addressing systemic racism in law enforcement around the globe, special rapporteur on climate change, an investigative body for Ethiopia. അപ്പോൾ ഇതൊക്കെയാണ് അതിലുള്ള 7 മാൻഡേറ്റ്സ് എന്ന് പറയുന്നത്. UN Committee on the Rights of Children and Special Rapporteurs on issues related to children. The United Nations Committee on Rights of Child is a body of independent experts that monitors the implementation of the Convention on the Rights of Child by its member states. അപ്പോൾ നേരത്തെ ഹ്യൂമൻ റൈറ്റ്സിനത് പറഞ്ഞ പോലെ കുട്ടികളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കൗൺസിൽ. Additionally, the UN appoints special rapporteurs who focus on specific issues related to children. അപ്പോൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് വരുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഇഷ്യൂസിനെ മനസ്സിലാക്കുന്ന സ്പെഷ്യൽ റാപ്പോർട്ടേഴ്സിനെയും കൂടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് UN. ഇനി അതിനെപ്പറ്റി കൂടുതലായിട്ടാണ് താഴെ പറയുന്നത്. ഈ ഒരു കൺവെൻഷൻ വരുന്നത് 1989 അഡോപ്റ്റ് ചെയ്യപ്പെട്ടത്. ഇറ്റ് ഈസ് എ മോസ്റ്റ് വൈഡ്ലി റാറ്റിഫൈഡ് ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റി ഇൻ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും റാറ്റിഫൈഡ് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റിയാണ് ഇത്. This is in itself an acknowledgement of the importance of children's rights. The UNCRC embodies the idea that every child should be recognized, respected and protected as a right holder and as a unique and valuable human being. അപ്പോൾ ഒരു ജനം അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എല്ലാ കുട്ടിയും അംഗീകരിക്കപ്പെടണം, റെസ്പെക്റ്റ് ചെയ്യപ്പെടണം, അവർക്ക് എല്ലാ റൈറ്റ്സുകളും ഉണ്ടായിരിക്കണം. 18 വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും ഇത് ബാധകവുമാണ്. ഇനി ഇതിൻ്റെ കീ പ്രിൻസിപ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ചിലത് സ്ലിപ്പ് ഓഫ് ടങ്ങായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് കീ പ്രിൻസിപ്പിൾസ് നോക്കാം. ഒന്നാമത്തേതാണ് നോൺ ഡിസ്ക്രിമിനേഷൻ. ദ റൈറ്റ്സ് ഓഫ് ഓൾ ചിൽഡ്രൻ ഷുഡ് ബി എൻഷുർഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ ഓഫ് എനി കൈൻഡ്. ജാതി മത ഭേദമന്യേ എല്ലാം ഒരുപോലെ കിട്ടണം. ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് വെനെവർ ഡിസിഷൻസ് ഓർ ആക്ഷൻസ് ആർ ടേക്കൺ ദാറ്റ് അഫക്ട് ചിൽഡ്രൻ, ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് മസ്റ്റ് ബി എ പ്രൈമറി കൺസിഡറേഷൻ. Right to life and development of the child. All children should be enabled to develop an optimal way physically, mentally, spiritually, morally and socially. So ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ലാസ്റ്റത്തെ ഒരു പോയിന്റ് കൂടെ ഇവിടെ വരുന്നുണ്ട്. റൈറ്റ് ടു ബി ഹേർഡ്. ചിൽഡ്രൻ ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ദെയർ വ്യൂസ്. കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കണം. ഇപ്പം നമ്മൾ മുൻപുള്ള മൊഡ്യൂൾസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസിഷൻ മേക്കിങ്ങിലും ഒക്കെ അവർക്കൊരു ഇത് വേണം എന്നുള്ളത്, പങ്ക് കൊടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയും കൂടെ ചെയ്യണം. സ്പെഷ്യൽ റാപ്പോർട്ടേഴ്സ് ഓൺ ഇഷ്യൂസ് റിലേറ്റഡ് ടു ചിൽഡ്രൻ. റാപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇഷ്യൂസിനൊക്കെ പറ്റി പഠിച്ചിട്ടുള്ള അറിവുള്ള ആളുകളില്ലേ, ഇങ്ങനെ സ്പെഷ്യൽ കേസുകൾ നോക്കുന്ന ആളുകൾക്കാണ് നമ്മൾ റാപ്പോർട്ടേഴ്സ് എന്ന് പറയട്ടോ, വ്യക്തികളാണ് കേട്ടോ. The United Nations appoints special rapporteurs to focus on specific thematic areas related to children's rights. The experts conduct research, report on violations, and provide recommendations to address specific issues affecting children. Special rapporteurs are appointed by the UN Human Rights Council or the other relevant UN bodies.
അപ്പോൾ ഇവരെയാണ് ഏൽപ്പിക്കുക ഈ കേസിന് അന്വേഷിക്കാനും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഏൽപ്പിക്കുന്നത് ഈ റാപ്പോർട്ടേഴ്സിനെയാണ്. ഇത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? UN ആണ്. സോ ഈ യൂണിറ്റ് 3യും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് 3 ആണ് നമ്മൾ ലാസ്റ്റിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. മുമ്പുള്ള എല്ലാ യൂണിറ്റ്സും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ പേപ്പർ മൊത്തത്തിൽ നമ്മൾ ഫിനിഷ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക, കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, അവരും പഠിക്കട്ടെ, എല്ലാവരും പഠിക്കുക, സെറ്റാക്കുക, പേപ്പർ അടിപൊളിയായിട്ട് എഴുതുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. ബൈ.